നിന്റെ കിടക്ക എടുത്ത് നടക്ക. യേശു തമ്പുരാൻ തനിക്ക് പാപങ്ങൾ മോചിക്കുവാൻ അധികാരമുണ്ടെന്ന് സ്ഥാപിച്ചുകൊണ്ട് തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന തളർവാദ രോഗിയോട് എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്കാൻ ആജ്ഞാപിക്കുന്നു. തന്മൂലം അവന് പൂർണ്ണ പാപമോചനം ലഭിക്കുകയും അതിലൂടെ രോഗസൗഖ്യം നേടുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിലേക്ക് നാം അടുക്കുമ്പോൾ അഭിമുഖീകരിക്കുന്ന തടസ്സങ്ങളെ എല്ലാം ഇച്ഛാശക്തിയോടെ തരണം ചെയ്യുവാൻ നാം പ്രാപ്തരാകണം. നിന്റെ കിടക്ക എടുത്തു നടക്ക എന്ന ആഹ്വാനം ഇന്നും വളരെ പ്രസക്തമാണ്. നമുക്ക് മാനസികമായും ശാരീരികമായും സുഖം നൽകുന്ന, ആശ്വാസം നൽകുന്ന, നമ്മെ ആനന്ദിപ്പിക്കുന്ന, നമുക്ക് സംതൃപ്തി നൽകുന്ന പലതും കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നാം ഉപേക്ഷിക്കേണ്ടതായി വരും. ഇതുവരെ നമ്മെ വഹിച്ച കിടക്കെ എടുത്തുകൊണ്ടുള്ള ഒരു തിരിച്ചുപോക്ക് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അതുപോലെ യേശു തമ്പുരാൻ ഈ പക്ഷവാത രോഗിയെ സൗഖ്യമാക്കുവാനുള്ള പ്രധാന കാരണം ആ രോഗിയെ അവൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നവരുടെ വിശ്വാസമാണ്. രോഗിയെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിക്കുന്നതിന് അവർ സ്വീകരിച്ച മാർഗം തന്നെ അവരുടെ വിശ്വാസ സ്ഥിരതയ്ക്ക് ഉത്തമ തെളിവാണ്. സുബോധമുള്ള 4 പേരുടെ സമയോചിതമായ ഇടപെടൽ മൂലം കിടക്കയിൽ വഹിച്ചു കൊണ്ടുവന്ന ഒരുവൻ സ്വയം തൻ്റെ കിടക്കയെടുത്തുകൊണ്ട് തിരിച്ചു പോകുവാൻ തക്കവണ്ണം പ്രാപ്തനാകുന്നു. ഈ പരിശുദ്ധ നോമ്പിലൂടെ അനേകരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാഴ്ചവെക്കുവാൻ നമുക്കിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ശാരീരികവും മാനസികവുമായ പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞ് തളർവാദ രോഗിയെ ശക്തിപ്പെടുത്തിയവനായ കർത്താവേ, നിന്റെ അടുക്കൽ കടന്നു വരുന്ന അവശത അനുഭവിക്കുന്ന രോഗികളെ നീ ശക്തിപ്പെടുത്തി താങ്ങി എഴുന്നേൽപ്പിക്കണമേ. ആമീൻ.